എല്ലാവർക്കും ചായ ശ്രുതിക്കലവറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂർക്കാരൊക്കെ ഉണ്ടാക്കുന്ന വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓണം സ്പെഷ്യലാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ട്രൈ ചെയ്യണേന്നുള്ളത്. ഞാൻ ഇനി ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞതും വേപ്പിലിട്ടിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടിട്ട് വറുത്തെടുക്കാം. നമ്മളിതിന് സാമ്പാർ പൊടി ഒന്നും ചേർക്കുന്നില്ല. വേറൊരു ടേസ്റ്റാണ് ഇതിന്. സാമ്പാർ പൊടി ആകുമ്പോൾ ഭയങ്കര എളുപ്പമായി കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. നമുക്ക് ഈ തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ, നന്നായിട്ട് വേണ്ട സോറി, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തത് ചൂടാറാൻ വെക്കാം. ഒരു മിക്സിയിൽ അടിച്ചുകൊണ്ടുവരാം. അപ്പോൾ ഇനി ഈ നില കൊണ്ട് നമുക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. നമ്മൾ അരപ്പിനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാറിട്ടാൽ എന്നിട്ട് നമുക്കത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിപ്പോൾ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടില്ല. ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, ക്യാരറ്റ് ഇടുന്നുണ്ട്, മുരിങ്ങക്കായ ഇടുന്നുണ്ട്, സവോള ചെറുതായിട്ട് നമുക്ക് കീറിയിടുന്നുണ്ട്, അതുപോലെ കായ ഇടുന്നുണ്ട്, പിന്നെ കുമ്പളങ്ങ ഇടുന്നുണ്ട്. ഇത്ര ഐറ്റംസ് ആണ് ഞാൻ ഇടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇടാം. എല്ലാവർക്കും അറിയാലോ സാമ്പാറിന് ഏതൊക്കെ പച്ചക്കറി ഇടാന്നുള്ളത്. അപ്പോൾ അവനവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പച്ചക്കറി ഇടാം. നമുക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്,
ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് സാമ്പാറിൻ്റെ. നമുക്കിനി ഇതിലോട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് പുളി എടുത്തിട്ട് ഞാൻ പിഴിഞ്ഞിട്ടുണ്ട്, അതും ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കൂട്ടുണ്ടല്ലോ, ഇതാ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നോക്കിയിട്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാര, ഇത് ഓപ്ഷനിലാണ്, ഞാൻ ഇടാറുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സാമ്പാർ കാച്ചാം. അപ്പം ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കടുകിട്ട് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഓണല്ലേ. നമുക്കിതിലോട്ട് ഒരു 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ വേപ്പില. നമുക്ക് ഇനി ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് തൃശ്ശൂർക്കാരുടെ സ്റ്റൈല്. ഞങ്ങൾ ഇങ്ങനെയാണ് വയ്ക്കാറ്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഓണത്തിന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രത്യേക സ്മെൽ, നമ്മൾ വേറെ സാമ്പാർ പൊടി ഒന്നും ചേർക്കാത്ത നല്ല വറുത്തരച്ച സാമ്പാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇനിയൊരു ഡിഷുമായിട്ട് നാളെ എന്തായാലും ഉണ്ടാവും, ഓണത്തിൻ്റെ അടുത്തൊരു റെസിപ്പി ആയിട്ട്.